നിങ്ങൾ വീട് വാങ്ങുന്നതിനായിട്ടോ അല്ലെങ്കിൽ വീട് വെക്കുന്നതിനായിട്ടോ ഒരു ഹോം ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പൂർണ്ണമായിട്ടും തിരിച്ചടച്ചു കഴിഞ്ഞു. ആ പൈസ മുഴുവൻ തിരിച്ചടച്ചു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ ബാങ്കുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇടപാടുകൾ അവസാനിക്കുന്നില്ല. ഹോം ലോൺ തിരിച്ചടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ പല സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും ഹെൽപ്പ് ചെയ്യും. ആ 5 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പി മംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും റുപ്പി മംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാൻ. നമ്മൾ വർഷങ്ങളായി നമ്മുടെ ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം ഹോം ലോൺ അടയ്ക്കുന്നതിനായിട്ട് മാറ്റിവെച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവസാനത്തെ ഗഡുവും നമ്മൾ അടച്ച് തീരുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമല്ലേ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സമാധാനമാണ്. പക്ഷേ ബാങ്കിന് മൊത്തം പൈസ കൊടുത്തു തീർത്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളുടെ ജോലി കഴിഞ്ഞിട്ടില്ല. പലരും അങ്ങനെ കരുതുന്നുണ്ട്. നമ്മൾ പൈസ എല്ലാം തിരിച്ചടച്ചു ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പെടുന്നുണ്ട്. അത്തരം ആളുകൾ പെടുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ ചെയ്ത് തീർക്കണം എന്ന് പറയാം. ആ 5 കാര്യങ്ങളാണ് ഇനി പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും എന്താണെന്ന് വെച്ചാൽ, ഹോം ലോൺ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബാങ്കിന് കൊടുത്തിട്ടുള്ള ചെക്കുകളും അതോടൊപ്പം മറ്റുള്ള രേഖകളും, ആധാരം അടക്കമുള്ള, അതായത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സെയിൽ ഡീഡ്, മുന്നാധാരങ്ങൾ, പ്രയർ ഡീഡ്സ്, എൻകംപ്രൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് പെർമിറ്റ്, ബിൽഡിംഗ് പ്ലാൻ പോലുള്ള ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ തിരികെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ കൊടുത്തിട്ടുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മളുടെ കയ്യിൽ നമ്മൾ ഹോം ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടാവണം. ആ ലിസ്റ്റുമായിട്ട് ഒത്തുനോക്കി എല്ലാം കൃത്യമാണ്, എല്ലാ ഡോക്യുമെൻറ്റുകളിലും കൃത്യമായിട്ടുള്ള എല്ലാ പേജുകളും ഉണ്ട്, എല്ലാ ഇൻഫർമേഷനും കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാങ്കിൽ നിന്ന് ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് മേടിച്ച പണം പലിശയടക്കം തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നും നമ്മൾ ബാങ്കിന് ഇനി യാതൊരു വിധത്തിലുള്ള കടവും ബാക്കി വെച്ചിട്ടില്ല എന്നും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണിത്. അതിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. നിങ്ങൾ ഇത്ര രൂപ എടുത്തിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചടച്ച് ബാങ്കുമായിട്ട് ഇനി യാതൊരുവിധ ബാധ്യതയില്ല എന്ന് അവർ നമ്മൾക്ക് എഴുതി അവരുടെ മാനേജർ സൈൻ ചെയ്ത് സീൽ വെച്ച് തരണം. അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. ഈ അടുത്ത് നമ്മുടെ റുപ്പി ബാങ്ക് സർവീസിലേക്ക് വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്തിട്ടുള്ള ഒരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ലോണൊക്കെ അടച്ചു, പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനൊരു ലെറ്റർ വന്നു, നിങ്ങൾക്ക് ഇത്ര രൂപ പെൻഡിങ് ഉണ്ട്, അതിൻ്റെ പലിശ, അതിൻ്റെ കൂട്ടുപലിശയ്ക്കായിട്ട് ഒരു വലിയൊരു എമൗണ്ട്, ഒരു 50,000 അടുത്തുള്ളൊരു എമൗണ്ട് അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരം സിറ്റുവേഷനുകൾ ഒഴിവാക്കുന്നതിനായിട്ടാണ് ഞാൻ നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിച്ചു വയ്ക്കണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡീഡ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്, അതല്ലെങ്കിൽ മോർട്ട്ഗേജ് റദ്ദാക്കുക എന്ന് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റ് വാങ്ങുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഈ പ്രോപ്പർട്ടി അവരുടെ പേരിലേക്ക് കൂടെ ലീൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ രജിസ്റ്റർ ഓഫീസിൻ്റെ റെക്കോർഡുകളിൽ ഈ പ്രോപ്പർട്ടി ഇന്ന ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് എന്നുള്ള രീതിയിൽ ലീൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. മോർട്ട്ഗേജ് റദ്ദാക്കുന്നതിനായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ലോൺ അടച്ച് തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങണം. ആ സർട്ടിഫിക്കറ്റ് വാങ്ങി അതിൻ്റെ യഥാർത്ഥ രേഖകളുമായിട്ട് രജിസ്റ്റർ ഓഫീസിനെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിലീസ് ഡീഡ് റദ്ദാക്കാനായിട്ട് സാധിക്കും. ഈ കാര്യം പകുതി ബാങ്കും പകുതി നമ്മളുമാണ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ചോദിക്കേണ്ടത്, ബാങ്കിനോട് ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ലീൻ മാർക്ക് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു സംവിധാനമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മോർട്ട്ഗേജ് റദ്ദാക്കാനുള്ള ഒരു ഡോക്യുമെൻ്റ് തീർച്ചയായിട്ടും മേടിക്കണം. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബാധ്യതകളും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. അതിനു വേണ്ടിയിട്ടാണ് എൻകംപ്രൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എടുക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അത് ഓൺലൈനായിട്ട് എടുക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് നമ്മളുടെ പ്രോപ്പർട്ടി ആരുടെ അധീനതയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി കൃത്യമായിട്ടും നമ്മളുടെ പേരിൽ തന്നെയല്ലേ, അതുപോലെ നമ്മളുടെ പ്രോപ്പർട്ടി വെച്ച് മറ്റേതെങ്കിലും ലോണുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന രേഖയാണ് എൻകംപ്രൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുക. ഒരു 300-350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അതിൻ്റെ സ്റ്റെപ്പുകൾ ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മളുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സർട്ടിഫിക്കറ്റ് ഒരു 7 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും. അതിൽ ഈ പ്രോപ്പർട്ടി
ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാണ്, നമ്മളുടെ പേരിൽ തന്നെയാണ് എന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സിബിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നതാണ്. അതായത് ഈ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിബിൽ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഈ ഇന്ന ബാങ്കിൽ നിന്ന് ഇത്ര രൂപ പണം എടുത്തിട്ടുള്ളത് ക്ലോസ് ആയിട്ടുണ്ട് എന്നുള്ളത് 1-2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് സിബിലിനെ അറിയിക്കും. ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അതല്ല ഇതിലേതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സമാധാനക്കേട് ഉണ്ടാവേണ്ടതാണ്. ഇതേതെങ്കിലും ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. കുറച്ച് നാൾ മുമ്പുള്ള ലോണാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഇതുപോലെ ലോൺ ഈ അടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവർക്കത് വളരെ ഉപകാരമായേക്കാം. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഭയങ്കര ലളിതമായിട്ട് തോന്നുമെങ്കിലും ഈ രജിസ്റ്റർ ഓഫീസിലും ബാങ്കിലുമൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. പല ഇൻഫർമേഷനും കൃത്യമായിട്ട് അറിയാതും പല കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്നും അറിയാത്ത ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാവട്ടെ നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് അവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.